ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലെ TDP സർക്കാർ അധികാരത്തിലേറുന്നതോടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന മാറ്റം വീണ്ടും സജീവ ചർച്ചയായി. അമരാവതിയാണ് വീണ്ടും തലസ്ഥാനമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നതും. ജൂൺ 12 മുതൽ അമരാവതിയാണ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക തലസ്ഥാനം. ഇത്തവണ പ്രകടന പത്രികയിൽ അമരാവതി തലസ്ഥാനമാക്കി വികസിപ്പിക്കുമെന്ന് നായിഡു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 2034-ൽ 1 ലക്ഷം കോടി ചിലവ് വരുന്ന പദ്ധതി പൂർത്തിയാക്കാനും നിശ്ചയിച്ചു. നായിഡുവിന് ഭൂരിപക്ഷം ലഭിച്ചതിന് പിന്നാലെ അമരാവതിയിലെ ഭൂമി വില 4 ഇരട്ടിയോളം വർദ്ധിച്ചു. 2014-ലാണ് ആന്ധ്ര വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത്. തലസ്ഥാനമായ ഹൈദരാബാദ് തെലങ്കാനയിലാണ് ഉൾപ്പെട്ടതെങ്കിലും 2024 വരെ 10 വർഷത്തേക്ക് സംയുക്ത തലസ്ഥാനമായി നിലകൊണ്ടു. സംസ്ഥാന വിഭജന സമയത്ത് ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു വിജയവാഡ, ഗുണ്ടൂർ ജില്ലകൾക്കിടയിലെ അമരാവതിയെ ആന്ധ്രയുടെ തലസ്ഥാനമായി നിശ്ചയിച്ചു. പുതിയ തലസ്ഥാന നിർമ്മാണത്തിനായി 29 ഗ്രാമങ്ങളിൽ നിന്നായി 30,000 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 2015 ഒക്ടോബർ 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തലസ്ഥാന നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. എന്നാൽ 2019-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയതോടെ അമരാവതി തലസ്ഥാന നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. 2019-ൽ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡിക്ക് നായിഡുവിൻ്റെ അമരാവതിയോട് വലിയ താല്പര്യമില്ലായിരുന്നു. തുടർന്ന് അമരാവതി, വിശാഖപട്ടണം, കർണൂൽ എന്നിങ്ങനെ 3 തലസ്ഥാന നഗരങ്ങൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഈ വിഷയം കോടതിയിലെത്തിയതിനെ തുടർന്ന് പദ്ധതി 2021 നവംബറിൽ ഉപേക്ഷിച്ചു. ഔദ്യോഗിക തലസ്ഥാനമായി അമരാവതി നിലവിൽ വരുമെന്ന് ഉറപ്പായതോടെ പ്രദേശത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പുത്തൻ ഉണർവാണ് സംഭവിച്ചിരിക്കുന്നത്.